നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മരക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ റോബോട്ടിക് സ്റ്റുഡന്റിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. കൊടകര ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഫെസ്റ്റ് നടത്തി. കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. വിശദമായ വാർത്തകളിലേക്ക്. മരക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ റോബോട്ടിക് സ്റ്റുഡന്റിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ വിഭാഗവും വിദ്യാലയത്തിലെ 1980 OSA ബാച്ചുമായി സഹകരിച്ചാണ് AI കൃഷ്ണ എന്ന പേരിൽ റോബോട്ടിക് സ്റ്റുഡന്റിനെ ഒരുക്കിയത്. മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രവർത്തിക്കുന്ന AI കൃഷ്ണ വിദ്യാർത്ഥികൾക്ക് ശബ്ദമുപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും ശബ്ദത്തിലും എഴുത്തായും ഉത്തരം ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള പദ്ധതി വിശദീകരണം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയവരെയും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെയും കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അനുമോദിച്ചു. പ്രധാന അധ്യാപിക PS സീമ, സ്കൂൾ മാനേജർ B സദാനന്ദൻ, PTA പ്രസിഡന്റ് MD ദേവരാജ്, സഹൃദയ കോളേജ് HOD ഡോക്ടർ മണിശങ്കർ S, SRG കൺവീനർ NB ബിജു, സ്റ്റാഫ് സെക്രട്ടറി KV അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിനോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, DPC അംഗീകാരം നിഷേധിക്കുകയാണെങ്കിൽ സാറൊന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് പദ്ധതിക്ക് അനുവാദം തരണം എന്നുകൂടി അദ്ദേഹത്തിനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു ആശയം ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമില്ല. AVUP നിലവാരത്തെയും സർഗാത്മക നിലവാരം കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും മാത്രമാകെ ഒതുങ്ങി നിൽക്കാതെ സ്കൂളുകളിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ദീർഘവീക്ഷണവും. ജനവാസ മേഖലയിലെ വന്യമൃഗ ആവാസം അവസാനിപ്പിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വന നിയമം പരിഷ്കരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകര ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടത്തിയ പ്രതിഷേധത്തിന് ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. ജോയ് ചെമ്പകശ്ശേരി വിഷയാവതരണം നടത്തി. പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, ജോസ് കോച്ചക്കാടൻ, വർഗീസ് കോമ്പാറക്കാരൻ, ഡേവിസ് തെക്കിനിയത്ത് എന്നിവർ സംസാരിച്ചു. വന്യമൃഗങ്ങളെല്ലാം ശല്യമായി മാറുന്ന സന്ദർഭത്തിലൊക്കെ അതിനുവേണ്ട സത്വരമായ നടപടികൾ സ്വീകരിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടുള്ളവരാണ് അല്പം ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന നമ്മുടെ വിദേശത്തുള്ള പല യൂറോപ്പിലൊക്കെയുള്ള പല ഭരണകർത്താക്കന്മാരും. ഇന്ന് നമുക്കറിയാം, മനുഷ്യജീവന് മൃഗങ്ങളുടെ ജീവൻ അത്ര പ്രാധാന്യമില്ല എന്ന് തോന്നുമാറ് വളരെ അലസമായ രീതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആയിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഫെസ്റ്റ് നടത്തി. കോടാലി SN സ്കൂളിൽ ഞായറാഴ്ച രാവിലെ യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ പതാക ഉയർത്തിയതോടെ വ്യാപാരോത്സവത്തിന് തുടക്കമായി. വെള്ളിക്കുളങ്ങര SHO K കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടൈറ്റസ് കട്ടക്കയം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബെറ്റി ജോർജ്, യൂണിറ്റ് ട്രഷറർ KS സുഭാഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങൾ നടത്തി. കൊടകര തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷാപ്പേടി എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ TM ഹംസ ക്ലാസ് നയിച്ചു.
വാർഡ് മെമ്പർ KV നന്ദകുമാർ, ഉണ്ണികൃഷ്ണൻ എടാട്ട്, നിഖിൽ തൊമ്മാത്ത്, സന്ധ്യ അനൂപ് എന്നിവർ സംസാരിച്ചു. ഈ തപസ്യ കലാകായിക സമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേമാതിരി തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വാർഡ് മെമ്പർ അഴകത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട്, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയേട്ടൻ ഇന്ന് നമ്മുടെ ഈ മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ ഹംസമാഷ്, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എന്റെ കൊച്ചനിയത്തിമാരെ അവരുടെ പേടി രക്ഷിതാക്കൾ കാണുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചത്, കുട്ടികൾക്ക് പേടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇടപെടുന്നത് അല്ലെ. ഞാനിതൊരു ഭീകരജീവിയാവണം, എന്നാലാണ് കുട്ടികൾ പേടിക്കുള്ളൂ. അപ്പൊ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഞാനും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, രക്ഷിതാക്കളും പേടിക്കണ്ട. വളരെ സ്മൂത്തായിട്ട് കുട്ടികളെ നല്ല രീതിയിൽ തന്നെ. ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. 4 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും 3 പേരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റ് 3 പേർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഞായറാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപമായിരുന്നു അപകടം. വൈറ്റിലയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ബസിന് പിറകിൽ കട്ടപ്പനയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയ ബസ് ഇടിക്കുകയായിരുന്നു. മുന്നിൽ ഒരു കാർ ബ്രേക്കിട്ടതാണ് അപകട കാരണം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലെ കമ്പികളിലും സീറ്റുകളിലും ഇടിച്ചാണ് യാത്രക്കാർക്ക് പരിക്ക്. കൊടകര വല്ലപ്പാടി ദേവമാത ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 ദിവ്യബലിക്ക് ഫാദർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണമുണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഒറീസയിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന് കൊരട്ടി മുരിങ്ങൂരിൽ വാടക വീട്ടിൽ സൂക്ഷിച്ച് മൊത്തക്കച്ചവടം നടത്തിയിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ 23 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി. പശ്ചിമബംഗാൾ മുർഷിദാബാദ് ജലഗംഗി സ്വദേശികളായ ഷാഹുൽ, ബിലാൽ മണ്ഡൽ, മുർസലിൻ എന്നിവരെയാണ് ചാലക്കുടി DVSP K സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഒറീസയിലെ ഭരംപൂരിൽ നിന്ന് രഹസ്യമായി ട്രെയിനിൽ കൊണ്ടുവന്നിരുന്ന കഞ്ചാവാണ് മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് പരിശോധനയ്ക്കിടെ കൊരട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുറിയിൽ ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ 50 ലക്ഷത്തോളം വില വരും. തൃശൂർ, എറണാകുളം കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടക്കുന്നതെന്ന സൂചനയെന്നും ഈ സംഘത്തിലെ കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു. കൊരട്ടി ഇൻസ്പെക്ടർ അമൃത് രംഗൻ, SI മാരായ ഷാജു, സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, മൂസ PM, സിൽജോ, റെജി, ബിനു, ഷിജോ തോമസ്, ഷൈജു CR, ചാലക്കുടി SI പ്രദീപ് N, കൊരട്ടി അഡീഷണൽ SI മാരായ റെജിമോൻ NS, ഷിബു CP, ASI നാഗേഷ് KC, സീനിയർ CPUമാരായ ഉണ്ണികൃഷ്ണൻ MV, നിഖിലൻ, ശ്രീനാഥ്, ശ്യാം P ആന്റണി, മണിക്കുട്ടൻ, ചാലക്കുടി സ്റ്റേഷനിലെ സീനിയർ CPU ബൈജു T എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായ പ്രതികളെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. ചാലക്കുടി പുഴയിൽ കൂടപ്പുഴ തടയണയ്ക്ക് താഴെ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ചെങ്ങാലൂർ പനങ്കുളം വീട്ടിൽ ജിബിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 3:30യോടെയാണ് സംഭവം. ചാലക്കുടിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹം ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ. സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ.
തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. മരക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ റോബോട്ടിക് സ്റ്റുഡന്റിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. കൊടകര ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഫെസ്റ്റ് നടത്തി. കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.